ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് പെൻറ്റാസ് ചെടിയെക്കുറിച്ചാണ്. പെൻറ്റാസ് ചെടിയുടെ കെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നല്ല മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പെൻറ്റാസ് ചെടികൾ. നമുക്ക് എല്ലാ സമയത്തും ഇത് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കുലകുലയായിട്ട് നിൽക്കുന്ന നല്ലൊരു ചെടിയാണിത്. ഇതിന് ഈജിപ്ഷ്യൻ സ്റ്റാർ ഫ്ലവർ എന്നും കൂടി പറയാറുണ്ട്. ഈ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അതിന് ആ ഒരു പേരുകൂടി പറയുന്നത്. അധികം കെയറൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു പെൻറ്റാസ് ചെടികൾ. പെൻറ്റാസ് ചെടിയുടെ നാടൻ വെറൈറ്റികളും ഹൈബ്രിഡ് വെറൈറ്റികളും അവൈലബിൾ ആണ്. നമ്മുടെ ഈ കുറേ സെൽ വീഡിയോസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ കൊടുത്തിരുന്നു. എൻ്റെ കയ്യിൽ 3 ടൈപ്പ് പെൻറ്റാസ് ചെടികളാണുള്ളത്. നമ്മൾ ഒരുപാട് പേർക്ക് കട്ടിങ്സൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇളം വെയിലത്തും അതുപോലെ തന്നെ നല്ല വെയിലത്തും വളരുന്ന ഒരു ചെടിയാണ്. തീരെ തണൽ ആയിക്കഴിഞ്ഞാൽ ചെടികളിൽ പൂക്കൾ കുറയും. അപ്പോൾ നമുക്ക് ഇതിനൊരു നട്ടുച്ച വെയിൽ അധികം ഈ ചെടിക്ക് നല്ലതല്ല. എന്നാൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇത് വളർത്തുന്നതായിരിക്കും നല്ലത്. ഇതിന് നമുക്ക് പോട്ടി മിക്സിൽ കുറച്ച് മണ്ണ്, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ചകിരിച്ചോറ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ മണലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മഴയത്തൊക്കെ ഒലിച്ചു വരുന്ന മണൽ കലർന്ന മണ്ണ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പോട്ട് മിക്സ് തയ്യാറാക്കാം. അതിൽ നമുക്ക് ചാണകം അതുപോലെ തന്നെ കമ്പോസ്റ്റൊക്കെ ചേർക്കാവുന്നതാണ്. എല്ലുപൊടിയൊക്കെ ചേർക്കാം. കാരണം ഇത് അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അസിഡിക് സോയിലാണ് ഈ ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് നല്ലത്. പിന്നെ നമുക്കിത് നടുന്ന സമയത്ത് കരിയിലൊക്കെ ചേർക്കാമെങ്കിൽ നല്ലതാണ്. നമുക്കിതുപോലത്തെ ചെറിയൊരു കമ്പ് ഭാഗം മതിയാവും ഇത് കിളിർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നോടുള്ള ഭാഗത്തോടു കൂടിയിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് വരും. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് വരും. പിന്നെ നമ്മൾ ഇതിൻ്റെ പൂവ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിഭാഗം നമ്മൾ നുള്ളി കൊടുക്കണം. എന്നാലും നമുക്ക് പുതിയ ആ ഒരു സൈഡിലുള്ള ചെറിയ ആ ഒരു ഭാഗം പെട്ടെന്ന് വളർന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂവുണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗം ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഈ ഒരു വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് ചിലപ്പം വേറെ കളറൊക്കെ കിട്ടും. നമ്മൾ അതിലിപ്പോൾ 2 വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പരാഗണം നടന്നിട്ട് വേറെ കളറൊക്കെ മിക്സായിട്ടൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള വളപ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചെടികൾ നശിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.